ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു റിയൽ ട്രാഫിക് എന്താണെന്നും ഒരു ഹൈവേയിലെത്തേണ്ട പ്രശ്നങ്ങൾ എന്താണെന്നും കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഒരു റൈഡർക്കോ ഒരു ട്രാവലർക്കോ മാപ്പ് ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ കുളിച്ചു കുട്ടപ്പനായി നമ്മുടെ അഹമ്മദാബാദ് ടു മുംബൈ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയുന്ന പോലെ ഞാനൊരു ടിപ്പിക്കൽ റൈഡർ അല്ല, ഒരു ലേസി റൈഡറാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഒരു 9 മണിയായി നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒന്നാമത് നമ്മൾ വൈകി, പക്ഷെ ഇനിയും വൈകിപ്പിക്കേണ്ട ഒരു മുട്ടം പണി പിറകെ വരുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ ഗൈസ്. ഒരു പണി കിട്ടി. കാർ പ്ലേ നോക്കി വന്ന് എനിക്ക് പണി കിട്ടി. ഇത് എക്സ്പ്രസ് വേന്റെ ലിങ്ക് റോഡാണ് കേട്ടോ. പക്ഷെ എക്സ്പ്രസ് വേയിൽ പോകാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ ലാസ്റ്റ് ഇനിയിപ്പോൾ ഫോൺ നോക്കണം. ഫോൺ മാപ്പ് പോകണമില്ല, കൂൾ ഡൗൺ ആവണം. ഇത്ര റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്താ പറയുക, ഓരോരോ പണികൾ കിട്ടുന്ന വഴി. ഇതാണ് ഈ കാർ പ്ലേയുടെ ഒരു പ്രശ്നം നിസ്സാരമാണ്, പക്ഷെ ഗുരുതരവുമാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം കാർ പ്ലേ ആണ് ഇട്ടിട്ട് വന്നത്. കാർ പ്ലേ ഇട്ടിട്ട് വന്നത് കൊണ്ട് തന്നെ ഫോൺ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. ചൂടായത് കൊണ്ട് തന്നെ മാപ്പ് ഓപ്പൺ ആവണില്ല. ഞാനിപ്പോൾ പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർ പ്ലേ കാണിക്കുന്നത് എക്സ്പ്രസ് വേയിലേക്കാണ്. എക്സ്പ്രസ് വേയിൽ എങ്ങനെ പോവും? ഫോൺ ഹീറ്റ് ആയതുകൊണ്ട് മാപ്പ് ഓപ്പൺ ആവണില്ല. നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ. എന്താ ഹ്യൂമിഡിറ്റി എന്നറിയോ? അഹമ്മദാബാദ് ഈ ട്രാഫിക്കിൽ തന്നെ പെട്ടിട്ട് 1 മണിക്കൂറായി. ഊരാനേ പറ്റുന്നില്ല. ഫോണ് പോലും പണി തരികയാണല്ലോ. തേങ്ങ എന്താ പറയാ, ഫോണ് കൂൾ ഡൗൺ ആവണല്ലോ. എന്താണോ എന്ന് വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചോദിച്ചു പോവാം, അതായിരിക്കും ബെറ്റർ. എങ്ങനെയുടെ മുംബൈക്ക് പോകുന്നു പറഞ്ഞാണ്. എന്തൊരു കഷ്ടമായത്. ഇതിപ്പോ ഇവന്മാർ ഇതന്നെ പറഞ്ഞിരുന്നത്, എക്സ്പ്രസ് വേ തന്നെ പറഞ്ഞിരുന്നത്. ഹാജി ചോട്ടാ മോട്ടാ. ഈ ഫോണിൽ മാപ്പ് പോകണമല്ലേ, എനിക്ക് ദേഷ്യം വേണ്ടിട്ടോ. എന്തൊരു കഷ്ടമാണ്. നോക്കി അവനതെടുത്തിട്ട് പോയി, ID എടുത്തിട്ട് പോയി. ടോപ്പ് ബോക്സിൽ ID ഉണ്ട്. മാപ്പ് ഓണാവ്. എന്തൊരു കഷ്ടമായത്. ഫോൺ നീഡ് ടു കൂൾ ഡൗൺ ടു യൂസ് മാപ്സ്. അത് ഞാൻ ചൂടാവാൻ മാത്രം ഒന്നും ചെയ്തില്ലല്ലോ. ഈ സാധനമില്ല, ഈ കാർ പ്ലേ, ഇതിത്തിരി സീനാണ് കേട്ടോ. നല്ല ചൂടാവുകയും ചെയ്യും. ഇനി ഇതാണോ ചൂടാവുകയും ചെയ്യും. ഓക്കെ, നോക്കട്ടെ, ചോദിക്കാം. भाई मुंबई कैसे जाना है? मुंबई अरे मुंबई यार, बॉम्बे। हाँ ठीक है. മുംബൈ പറഞ്ഞ എന്താണെന്ന് അറിയില്ല. ബോംബെ എന്ന് പറയാം. കാർ പ്ലേയിൽ ഇപ്പോഴും മറ്റേ എക്സ്പ്രസ് വേ തന്നെയാണ് കാണിക്കുന്നത്. ഫോണിലാണ് ഈ മാപ്പ് ഓപ്പൺ ആവുന്നുമില്ല. എന്തോ കൂൾ ഡൗൺ ആണോ എന്നാണ് പറയുന്നത്. ഞാനാണിപ്പോൾ ചൂടാവുന്നത്, ഫോണല്ല.
ശരി, ചോദിച്ചു പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ എവിടെയാന്ന് ചോദിച്ചാൽ അവന് ബോംബെ പറഞ്ഞാലേ അറിയുന്നുള്ളൂ. എന്ത് കഷ്ടം എന്നറിയോ. അയ്യോ ഒരുവിധം മാപ്പ് ഓപ്പണായി. എന്താണ് അറിയില്ല, ഫോണ് വരെ നമുക്കിട്ട് പണിയാണ്. എന്താ ചെയ്യാ, ഓപ്പണായി. 537 സെയിം കിലോമീറ്റർ തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ 1 മണിക്കൂർ കൂടുതൽ പറയണോ എന്തിനാണോ എന്തോ. നോക്കാം. മറ്റേ ഒരു റൈഡറിനെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞത് മറ്റേ വഡോദര ഹൈവേ ടു മുംബൈ ആണ്, 8 വരി പാതയാണ്, ആരും ഉണ്ടാവില്ല, നല്ല മസ്റ്റ് റോഡാന്നാണ് പറഞ്ഞത്. മറ്റേത് എക്സ്പ്രസ് വേ ആണ് കേട്ടോ. എക്സ്പ്രസ് വേയിൽ ഒരു 200cc മുകളിലുള്ള ബൈക്കെങ്കിലും എന്താ ചെയ്യുക, അലോ ചെയ്യണം. ഒരു 100ൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ബൈക്ക് കയറുന്നതിൽ കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, അലൗഡല്ല. പക്ഷെ എക്സ്പ്രസ് വേയിൽ പല കാറും 40ൽ പോകുന്നുണ്ടല്ലോ, അതിനൊന്നും ഇവർക്കൊന്നും പറയാനില്ല. എന്താ ശരിയാട്ടെ, ഈ ലോക്കൽസ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് വേയിലൊക്കെ കയറി വരും, അതാണ് ഏറ്റവും വലിയ അടി. അതുകൊണ്ടാണ് എല്ലാം നിരോധിക്കാനുള്ള കാരണം. മറ്റേ എന്താ പറയുക, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് ക്രോസ് ചെയ്യുക, ആവശ്യമില്ലാത്ത സ്ഥലത്ത് റോങ് സൈഡ് കയറി വരിക. വേറെ നമ്മളെപ്പോലുള്ള റൈഡ് പോകുന്നവരാണ് ഇപ്പോൾ എക്സ്പ്രസ് വേയിൽ കയറിയല്ലേ 1 മണിക്കൂർ 1.25 മണിക്കൂറോളമാണ് സേവ് ആവണത് അറിയോ. 8 മണിക്ക് എത്തേണ്ട ഞാനിപ്പോൾ 8:15 എത്തേണ്ട ഞാനിപ്പോൾ 9:45 ഇപ്പോൾ എത്താൻ പോകുന്നത് അറിയോ. കാറിലായിരുന്നെങ്കിൽ 8:15 മാപ്പിൽ കാണിച്ച സമയം, ഇപ്പോൾ ബൈക്കിൻ്റെ മാപ്പ് ഇട്ട സമയത്ത് 9:45 എന്ന് പറയുന്നത്. അതൊക്കെയാണ് വ്യത്യാസം. നോക്കാം. ഇതിപ്പോൾ ടൗണിൽ തന്നെ കിടന്ന് ചുറ്റാന്ന് പറഞ്ഞിട്ട് ട്രാഫിക് കഴിയണ്ടേ. 1 മണിക്കൂർ മുകളിൽ 8:45 ഇറങ്ങിയാണ് പോകുന്നത്. 1.5 മണിക്കൂറായപ്പോൾ അല്ലേ, 10:30 എന്നിട്ട് നമ്മൾ ടൗണിൽ നിന്ന് വെളിയിൽ കിടന്നിട്ടില്ല. എന്താ അവസ്ഥ, കണ്ണേ തന്നെ പിടിക്കണം, സെറ്റ് ചെയ്ത് പിടിക്കേണ്ടി വരും കേട്ടോ. ട്രാഫിക്കിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക ഗൈസ്. പക്ഷെ കൊടുക്കണം. എന്താണെന്നറിയോ, പെട്രോൾ എങ്ങനെ ആവിയായി പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അടുത്തുള്ളൊരു പെട്രോൾ പമ്പ് കയറി വീണ്ടും ടാങ്ക് ഫില്ല് ചെയ്തു. അയ്യോ ഗായ്സ്, ഫൈനലി നമ്മൾ അങ്ങനെ നാഷണൽ ഹൈവേ 66-ലെത്തിയിരിക്കുകയാണ്. അല്ല 64 കേട്ടോ, 64-ലെത്തിയിരിക്കുകയാണ്. ഈ കാർ പ്ലേ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ പണിയുണ്ട്. എത്ര പ്രാവശ്യം ഇട്ടാലും എക്സ്പ്രസ് വേയിലേക്കാണ് വഴി കാണിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ കാർ പ്ലേ ഇട്ടിട്ട് ഉപകരിക്കില്ല എന്നാണ് എനിക്കൊരു. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും എവിടെന്നേലും ജോയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് വേയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് കാണിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് പണി കിട്ടും. കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ പറയുക, എക്സ്പ്രസ് വേയിൽ ഒരു 200cc ബൈക്കെങ്കിലും 200cc മുകളിലുള്ള ബൈക്കെങ്കിലും കയറ്റണം. അതാണ് ചില സമയങ്ങളിൽ കാർ പ്ലേ നമ്മളെ വെറുപ്പിക്കും കേട്ടോ. ഓട്ടോമാറ്റിക് പാട്ട് ഓണാവുക, ഓട്ടോമാറ്റിക് മാപ്പ് ഓണാവുക, എന്താ പറയുക, മറ്റേ കാശ് കൊടുത്ത് കടിക്കുന്ന പാമ്പിനെ വാങ്ങിയ ഒരവസ്ഥയാണ്. ചില സമയങ്ങളിൽ കാർ പ്ലേ നമുക്ക് ഫീലാവും. പിന്നെ ചില സമയങ്ങളിൽ, അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് വളരെ ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഡാഷ് ക്യാമ് വരുന്നുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാറിന് മാത്രം പോരല്ലോ. ഞാൻ പറയണ സൈഡും വേണോ, ഈ രണ്ട് സൈഡിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ആസ് യൂഷ്വൽ നമുക്ക് എവിടെയെങ്കിലും നിർത്താം. ആദ്യം ഒന്ന് നമ്മുടെ
ഇതൊന്ന് ടൗൺ ഏരിയ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ നിർത്താം. വിശപ്പ് കൂടി വന്നപ്പോൾ ഒരു വഴിയില്ലാതെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. കിട്ടുന്നത് എന്തായാലും കഴിക്കാന്നുള്ള ലെവലിലാണ്. അത്രയും വിശപ്പുണ്ടായിരുന്നു. രാജ്മീൻ റൊട്ടിയാണ് കിട്ടിയത്. ശരി, അതെങ്കിൽ അതെന്ന് പറഞ്ഞിട്ട് വേഗം അത് കഴിക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടോ. ഇപ്പോഴാണോ ഒന്ന് സമാധാനമായത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചു, എനർജി ആയി. ഇത് നേരെ മുംബൈക്ക് കേട്ടോ. നേരെ മുംബൈ പോയിട്ട് നമ്മുടെ മുംബൈയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. നാട്ടിലെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നതാണ് ജിതി. അവൻ നമ്മളെ ഫ്ലാഗ് ഓഫ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സാഹചര്യത്തിൽ ഫ്ലാഗ് ഓഫ് ഒന്നും നടന്നില്ല, അറിയാലോ. അപ്പോൾ നാട്ടിലാകെ യാത്ര അയക്കാൻ വേണ്ടി വന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് മുംബൈയിലുണ്ട് എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഇന്ന് നേരെ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സെറ്റായിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മുംബൈ പോകും. ബാക്കി അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. മാൽവാനോ അല്ലെങ്കിൽ ഗോവ പിടിക്കാനാണ് പരിപാടി. നോക്കാം. നമുക്ക് ആദ്യം മുംബൈ എത്തിയിട്ട് അവിടെ എന്താ പരിപാടിയെന്ന് നമുക്ക് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, നിർത്താതെ റൈഡ് ചെയ്യാന്നുള്ള ഒരു ഒറ്റ മൈൻഡായിരുന്നു കേട്ടോ എൻ്റേത്. കാരണം ഒന്നാമത് സോളോ, പിന്നെ 2 വൈകി. ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഹൈവേ എത്താൻ നല്ല രീതിക്ക് വൈകി കേട്ടോ. 11:30 ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള റെസ്റ്റ് വെറുതെ ആവശ്യമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ എത്തുക എന്നായി അടുത്ത ലക്ഷ്യം. റെസ്റ്റ് എടുത്തതൊക്കെ വളരെ ചുരുക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ, രാത്രി എന്ന് പറയുമ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ മുംബൈയുടെ ബോർഡറിലേക്ക് കടന്നു. മുംബൈ എത്തുന്നത് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും കേട്ടോ. അത് കണ്ടോ, അതിൻ്റെ ആ ഒരു എന്താ പറയുക, അറ്റ്മോസ്ഫിയർ, കാലാവസ്ഥ എല്ലാം മാറി. മുംബൈ നഗരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുന്ന പോലെയാണ് ഈ ബിൽഡിംഗ് ഒക്കെ എണീറ്റ് നിൽക്കുന്നത്. മെട്രോ ലൈനും കാണാം അടുത്ത്. ഞാൻ നല്ല കൗതുകത്തോടു കൂടി, ഞാൻ മുംബൈ ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷെ റൈഡിലല്ല, വേറെ ജോബ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മുംബൈ ഒരുപാട് മാറിയിരിക്കുന്നു. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ചുമ്മാതല്ല ഇത്ര റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആയത്. ഉള്ളിലേക്ക് പോകുന്നതോറും മുംബൈയുടെ ഭംഗി കൂടിക്കൂടി വന്നു. അതുപോലെ ജിതിന്റെ അടുത്തു നിന്നുള്ള കോളും കൂടിക്കൂടി വന്നു. ഇനി ജിതിൻ എവിടെയാണോ ഉള്ളത് അവനെ കണ്ടുപിടിച്ച് അവന്റെ അടുത്തേക്ക് പോകണം. ഇല്ല, വണ്ടി എവിടെ കൊണ്ടുപോയി? ശരി, കുഴപ്പമില്ല. ഇനിയിപ്പോ നീ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇരിക്കാം. എനിക്ക് പൈസ കുഴപ്പമില്ല, വണ്ടി സേഫ് ആവുമോ ചോദിച്ചു. ജിതിനുള്ള ഹോട്ടലിലേക്ക് ഞാൻ വന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് ഇല്ല. ഓപ്പൺ പാർക്കിംഗ് ആണ് ഉള്ളത്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ജിതിൻ അവരോട് ചോദിക്കാനാണ് പോയത്. സെക്യൂരിറ്റി വരും. എവിടെയാ? പിന്നെ അവിടെ പാർക്ക് ചെയ്യും. ഇവിടെ ആളുണ്ടാവുമോ? बहुत सारा कस्टमर आया है जो रेट चार्ज करना है, ठीक है, उसका भी बात अच्छे हुआ है, ऐसा कोई दिक्कत नहीं है। तो कहाँ रखेंगे वो बाइक को? या इधर रख लो? अच्छा तो लॉक करके जितना सेफ हो सकता लॉक के लिए उतना लॉक लगा दिया। हाँ, वो लॉक कैमरा भी कैमरा। आप लोग जो रात में, अच्छा ठीक है। लाइट कोई बात दिक्कत नहीं होगा ना? चलो तो फिर നമുക്ക് ഇങ്ങനെ ഇവിടെ നിർത്താം. ആ ऐसा लगा लेंगे।
बाइक थोड़ा यूनिक है ना तो छेड़ लेंगे, वही दिक्कत है। बाइक थोड़ा यूनिक है ना तो छेड़ लेंगे, वही आप देख लेना कुछ थोड़ा। हाँ അതിലുണ്ട് വലിക്കി ബാക്കിൽ വലിക്കി വലിക്കി ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഡിസ്ക് ലോക്ക് ഒക്കെ ഇട്ട് വെക്കാം. मेरे पास डिस्क लॉक भी है, वो भी डाल देंगे. എല്ലാ ബാഗും അയക്കും. യോ ഇതാണ് നമ്മുടെ ജിതിൻ.